കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിസന്ധിയിലായത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമാണ് അല്ലേ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തിനായി വമ്പൻ പദ്ധതികളായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. കേന്ദ്ര അവഗണന വികസിത കേരളം എന്ന ബി.ജെ.പി. പ്രചാരണങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. വിജിൻ വായന്തോട തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പി. വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് സംസ്ഥാനത്ത്. ആ സമയത്ത് ഒരു എയിംസ് അനുവദിച്ചിരുന്നെങ്കിൽ, അതിവേഗ പാത അനുവദിച്ചിരുന്നെങ്കിൽ അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേഗത കൂട്ടുകയും അതിനൊരു ന്യായമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമായിരുന്നു ബി.ജെ.പിക്ക്. ഇപ്പോൾ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, വലിയ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് ബി.ജെ.പി. ഇനി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഇറങ്ങുക എന്നൊരു വലിയ ചോദ്യചിഹ്നം കൂടിയുണ്ടല്ലേ? ജിൽസി സൈഫുദ്ദീൻ വലിയ പ്രതിസന്ധിയിലാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം എത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു. അത്തരമൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിക്കാനും ആ മുദ്രാവാക്യത്തിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതേ മുദ്രാവാക്യം ഉയർത്തി പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് എത്തിച്ച് വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തു ബി.ജെ.പി. അതിനുശേഷമാണ് ഈ കേന്ദ്ര ബജറ്റിൽ വലിയ തരത്തിൽ പ്രതീക്ഷ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വെച്ചു പുലർത്തിയത്. അതിൻ്റെ ഭാഗമായി ബി.ജെ.പിയുടെ ദേശീയ ചുമതലയുള്ള നേതാക്കൾ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കൂടി ക്ഷണിച്ചായിരുന്നു ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ ബജറ്റ് പ്രസംഗം കേട്ടിരുന്നത്. അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ബജറ്റ് കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി.ജെ.പി. നേതാക്കൾ എത്തി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ കേരളം 29ഓളം ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ ബി.ജെ.പി. നേതൃത്വം പറഞ്ഞത് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല, എം.പിമാർ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകുന്നില്ല എന്നുള്ളതൊക്കെ ഇത്തരം ന്യായങ്ങളായിരുന്നു നിരത്തിയത്. പക്ഷേ ഇത്തവണ നേരത്തെ തന്നെ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഒപ്പം തന്നെ ഈ ഹൈസ്പീഡ് റെയിൽ ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികൾ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മറ്റ് പാക്കേജുകൾ ഉൾപ്പെടെയുള്ളവ ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കത്ത് നിർമ്മലാ സീതാരാമന് തന്നെ നൽകിയത്. അത് സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ ബി.ജെ.പിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടും അവിടെ പോലും ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബി.ജെ.പിയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. ഇനി എങ്ങനെ വോട്ട് ചോദിച്ച് ഒരു വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകും എന്നുള്ള ചർച്ച തന്നെയാണ് നിലവിലിപ്പോൾ ബി.ജെ.പിയിൽ അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന നേതൃത്വം പോകുന്നു, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വമ്പൻ പദ്ധതികൾ എന്തായാലും ഒന്നെങ്കിലും ഉണ്ടാകും എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതത്തിൽ ഉൾപ്പെടെ വർധനവുണ്ടാകും എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനേക്കാൾ വലിയ പ്രതീക്ഷയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തിയത്. പക്ഷേ അത് പൂർണ്ണമായും തഴയുന്ന നിലയിൽ തന്നെയാണ് ബജറ്റ് അവതരണം ഉണ്ടായത് എന്നുള്ളതാണ് ബി.ജെ.പിയെ പൂർണ്ണമായും നിശബ്ദമാക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ വിഷയത്തിൽ ബജറ്റിന് ശേഷം പ്രതികരിച്ച ഘട്ടത്തിൽ സംസ്ഥാനം ഒരു പദ്ധതിയും ഇല്ല എന്നുള്ള ഒരു തട്ടുകൂട്ടൻ ന്യായീകരണം ഉയർത്തിയായിരുന്നു പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തിയത്. സംസ്ഥാനം കേന്ദ്ര പദ്ധതികൾ ഇവിടെ ഏത് തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അത് നടപ്പിലാക്കുന്നില്ല, പിന്നെ എന്തിന് പദ്ധതി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു തരത്തിലും ഒരാൾക്കും ദഹിക്കാത്ത, അവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ന്യായമാണ് ബി.ജെ.പി. എന്തായാലും ഉയർത്താൻ ശ്രമിച്ചത്. വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ കേന്ദ്ര ബജറ്റിലെ പൂർണ്ണമായ അവഗണനയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. ജിൽസി.